ദീർഘനാളത്തെ കാത്തിരിപ്പിനും പരീക്ഷണങ്ങൾക്കുമൊടുവിൽ 1940 മാർച്ചിൽ അലൻ വിഭാവനം ചെയ്ത ഡീക്രിപ്റ്റ് മെഷീൻ യാഥാർത്ഥ്യമായി. പോം എന്ന് ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്ന ആ മെഷീന് അലൻ നൽകിയ ചെല്ലപ്പേര് വിക്ടറി എന്നായിരുന്നു. അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ആലേഖനം ചെയ്ത ഡിസ്കുകളെ അതിവേഗത്തിൽ കറക്കുന്ന റോട്ടറുകൾ ഘടിപ്പിച്ച ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ യന്ത്രമായിരുന്നു ബോംബ്. ഹിറ്റ്ലർ ജയിക്കട്ടെ, ആക്രമണം, കാലാവസ്ഥ തുടങ്ങിയ ചില പദങ്ങൾ ഒട്ടുമിക്ക ജർമ്മൻ സന്ദേശങ്ങളിലും മാറ്റമില്ലാതെ രേഖപ്പെടുത്തുമായിരുന്നു. ഈ ആവർത്തനമാണ് കോഡുകളെ പൊളിക്കാനുള്ള താക്കോലായി മാറിയത്. രഹസ്യ സന്ദേശങ്ങളെ ഭേദിക്കാൻ തുടങ്ങിയതോടെ ജർമ്മൻ സബ്മറീനുകളുടെ ആക്രമണത്തെ മുൻകൂട്ടി കാണാനും തിരിച്ചടിക്കാനും സഖ്യശക്തികൾക്ക് അവസരം കൈവന്നു. അതോടെ ആയുധങ്ങളും അവശ്യ വസ്തുക്കളും യൂറോപ്പിലെങ്ങും സുലഭമായി. അങ്ങനെ അറ്റ്ലാന്റിക്കിലെ വിജയം ലോക ചരിത്രത്തെ തന്നെ സ്വാധീനിക്കുന്ന ഒന്നായി മാറി. അലൻ ട്യൂറിങ്ങിന്റെ പഠനങ്ങളെയും ജീവിതത്തെയും ആഴത്തിൽ മനസ്സിലാക്കിയ പ്രൊഫസർ ജാക്ക് കോംപ്ലന്റ് അഭിപ്രായപ്പെട്ടത് രണ്ടാം ലോക യുദ്ധത്തിന്റെ ദൈർഘ്യം 2 വർഷമെങ്കിലും വെട്ടിച്ചുരുക്കാനും അതുവഴി 14 ദശലക്ഷം മനുഷ്യജീവനുകളെ രക്ഷിക്കാനും അലന്റെ കണ്ടുപിടുത്തങ്ങൾ സഹായിച്ചു എന്നാണ്.